അന്താരാഷ്ട്ര തലത്തിൽ ചതുരംഗക്കളത്തിൽ ലോകത്തിലെ വൻ ശക്തികൾ ഒന്നിനൊന്ന് കൊമ്പുകോർക്കുമ്പോൾ ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും സാമ്പത്തിക ഭദ്രതയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലയുയർത്തി നിൽക്കുന്ന ഒരു നവഭാരതത്തെയാണ് ഇന്ന് നാം കാണുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇറാനും ഒക്കെ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയ തീയണയാത്ത തർക്കങ്ങളുടെ നടുവിലേക്ക് നോക്കൂ. വൻ ശക്തികൾ തമ്മിലുണ്ടാക്കിയ സമാധാന കരാറുകൾ പോലും ഏത് നിമിഷവും തകർന്നേക്കാവുന്ന അവസ്ഥയിലാണ്. എന്നാൽ അവിടെയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ അത്ഭുതം സംഭവിക്കുന്നത്. ഇത് പണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒരൊറ്റ ഭീഷണിക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിന്നിരുന്ന പഴയ ഇന്ത്യയല്ല. ഇത് നരേന്ദ്രമോദി എന്ന ശക്തനായ നേതാവ് നയിക്കുന്ന സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പുതിയ ഇന്ത്യയാണ്. വൻശക്തികളുടെ ഈ കളിയിൽ പതറാതെ ഇന്ത്യ എങ്ങനെയൊക്കെയാണ് തന്ത്രങ്ങളുടെ തന്ത്രപരമായ ബദൽ നീക്കങ്ങളിലൂടെ ലോകത്തെ ഞെട്ടിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അതിനെ മറികടക്കാൻ മോദി സർക്കാർ ഒരുക്കി വെച്ചിരിക്കുന്ന ബദൽ പ്ലാനുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് കൃത്യമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പുകയുന്ന ആ വിഷയം എന്താണെന്ന് ലളിതമായി തന്നെ നോക്കാം. പശ്ചിമേഷ്യയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് ഒരു താൽക്കാലിക ശമനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു പ്രാഥമിക ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു. ലോകം മുഴുവൻ ഇതിനെ വലിയൊരു സമാധാന ശ്രമമായിട്ടാണ് കണ്ടത്. എന്നാൽ ഈ കരാറിന്റെ ഉള്ളിലേക്ക് കിടന്നാൽ ഒട്ടനവധി ചതിക്കുഴികൾ കാണാം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ പലപ്പോഴും ഇറാന്റെ പരമാധികാരത്തെയോ സാമ്പത്തിക താല്പര്യങ്ങളെയോ തൃപ്തിപ്പെടുത്തുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം. മേഖലയിലെ പ്രധാന പ്രശ്നങ്ങളൊന്നും കൃത്യമായി പരിഹരിക്കാതെയാണ് അമേരിക്ക ഈ ചട്ടക്കൂട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അമേരിക്ക ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാനുള്ള വലിയൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതൊരു താൽക്കാലിക രാഷ്ട്രീയ നാടകം മാത്രമാണോ എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ സംശയിക്കുന്നു. ഇതിനിടയിലേക്കാണ് ഇസ്രായേലിന്റെ കടന്നുവരവ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പുറത്താണ് ഈ കരാർ ഉണ്ടായതെന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത്. ഈ കരാർ മേഖലയിൽ ഇറാന് കൂടുതൽ സ്വാധീനം നൽകുമോ എന്ന ഭയത്തിലാണ് അവർ. വൻ ശക്തികളുടെ ഈ ആഭ്യന്തര താല്പര്യങ്ങളും തർക്കങ്ങളും കാരണം ഏതു നിമിഷവും ഈ കരാർ പൊളിയാം. അങ്ങനെ സംഭവിച്ചാൽ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാവുകയും അത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യും. ഇത്തരത്തിൽ വൻ ശക്തികൾ തമ്മിൽ തല്ലുമ്പോൾ അതിന്റെ ആഘാതം ഏൽക്കേണ്ടി വരുന്നത് ഇന്ത്യയെ പോലുള്ള വലിയ വിപണികളാണ്. ഈ മേഖലയിലെ ഏതൊരു അസ്ഥിരതയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിദേശ നയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഇറാനുമായി ചരിത്രപരവും സൗഹൃദപരവുമായ ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു ശത്രുത ഉടലെടുക്കുന്നത് ഒട്ടും ആശാവഹമല്ല. സമാധാന കരാർ തകരുകയും മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുകയും ചെയ്താൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയെയും ദീർഘകാല സമുദ്ര അഭിലാഷങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന കടുത്ത ഭീഷണിയായി മാറും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപകട സാധ്യത നിലനിൽക്കുന്നത് ഊർജ വിപണിയിലാണ്. പശ്ചിമേഷ്യയിലെ മുൻകാല സംഘർഷങ്ങൾ കാരണം ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ, LPG വില ഇതിനകം തന്നെ ജനങ്ങൾക്ക് വലിയ ഭാരമായി മാറിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ ഒരു നീക്കങ്ങൾ കാരണം ഈ കരാർ തകർന്നാൽ അത് ആഗോള എണ്ണ ഗതാഗതത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ സമുദ്ര ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്കിനെ ബാധിക്കും. അവിടെ സംഘർഷമുണ്ടായാൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില വിപണിയിൽ വൻതോതിൽ വർദ്ധിക്കുകയും ഇന്ത്യയിൽ കടുത്ത വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്തേക്കാം. ഇന്ധന ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യ ഇത് കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടും. ഈ കരാർ പരാജയപ്പെടുകയാണെങ്കിൽ ഇറാനെതിരെ വീണ്ടും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിക്കുക. അമേരിക്കയുടെ ഇത്തരം ഏകപക്ഷീയമായ ഉപരോധങ്ങൾ ഇറാനിലെ ചബഹാർ തുറമുഖ വികസനത്തിനായി ഇന്ത്യ നടത്തുന്ന വൻ നിക്ഷേപങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ചബഹാർ തുറമുഖം വഴി മധ്യേഷ്യയിലേക്ക് സുരക്ഷിതമായ ഒരു വാണിജ്യ പാത ഒരുക്കാൻ ഇന്ത്യയും ഇറാനും സംയുക്തമായി നടത്തുന്ന ശ്രമങ്ങളെ തകർക്കാൻ മാത്രമേ ഇത്തരം അമേരിക്കൻ ഉപരോധങ്ങൾ ഉപകരിക്കൂ. ചബഹാർ തുറമുഖം മാത്രമല്ല, റഷ്യയിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള ഇന്ത്യയുടെ വലിയൊരു വ്യാപാര ശൃംഖലയായ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറും ഇതിന്റെ നിഴലിലാണ്. കഠിനമായി നേടിയെടുത്ത വാണിജ്യ കരാറുകൾ നിലവിലുണ്ടായിട്ടും അമേരിക്കൻ പിഴകളെ ഭയന്ന് ആഗോള ലോജിസ്റ്റിക് സ്ഥാപനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളും ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതരായേക്കാം.
ഇത് മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ പരമാധികാര കവാടത്തെ താൽക്കാലികമായി മരവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കും. കൂടാതെ ചെങ്കടൽ വഴിയുള്ള വാണിജ്യ കപ്പലുകളുടെ സഞ്ചാരം അപകടത്തിലാകുന്നതോടെ ചരക്ക് നിരക്കുകളിലും ഇൻഷുറൻസ് പ്രീമിയങ്ങളിലും വൻ വർധനവ് ഉണ്ടാവുകയും ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാരെ സാരമായി ബാധിക്കുകയും ചെയ്യും. ഒപ്പം ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഇന്ത്യൻ പ്രവാസികളുടെ പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് മലയാളികളുടെ ഉപജീവനത്തിനും ഇത് വലിയ ഭീഷണിയാണ്. ഗൾഫിൽ നിന്നുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ പണമടയ്ക്കൽ പ്രവാഹം, അതായത് റെമിറ്റൻസ് തടസ്സപ്പെടുത്തുന്നത് ഇന്ത്യയുടെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുന്ന ഒന്നാണ്. എന്നാൽ പാശ്ചാത്യ ശക്തികൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യ അത്ര പെട്ടെന്ന് തളർത്താനാകില്ല എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത് നരേന്ദ്രമോദിയുടെ പുതിയ റഷ്യൻ അറബ് നയതന്ത്രങ്ങളാണ്. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഭാരതം റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങി തങ്ങളുടെ വിപണിയെ സുരക്ഷിതമാക്കി നിർത്തി. അമേരിക്കയുടെ കണ്ണുരുട്ടലുകൾക്ക് മുന്നിൽ വഴങ്ങാൻ ഇന്ത്യ തയ്യാറല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. റഷ്യയുമായി രൂപീകരിച്ച ഈ ശക്തമായ വ്യാപാര ബന്ധം വഴി പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ ഇന്ധനവില നിയന്ത്രിച്ചു നിർത്താൻ ഇന്ത്യക്ക് സാധിച്ചു. ഇതിനു പുറമെ UAE, സൗദി അറേബ്യ തുടങ്ങിയ വൻകിട ഗൾഫ് രാഷ്ട്രങ്ങളുമായി മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമായ വ്യക്തിപരമായ സൗഹൃദമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. വൻ ശക്തികളുടെ യുദ്ധക്കളമായി മിഡിൽ ഈസ്റ്റ് മാറുമ്പോഴും സൗദി അറേബ്യയും UAEയും ഇന്ത്യയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ UAEയുമായി ചേർന്ന് ഇന്ത്യൻ രൂപയിൽ വ്യാപാരം നടത്താനുള്ള ധീരമായ തീരുമാനവും ഇന്ത്യ എടുത്തു കഴിഞ്ഞു. ഇത് അമേരിക്കൻ സാമ്പത്തിക ആധിപത്യത്തിന്റെ നെഞ്ചത്തേറ്റ കടുത്ത പ്രഹരമാണ്. ഈ പുതിയ നയതന്ത്ര സഖ്യങ്ങൾ കാരണം അമേരിക്കയ്ക്ക് പോലും ഇന്ത്യയുടെ തീരുമാനങ്ങളെ തള്ളിക്കളയാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ തന്ത്രപരമായ മികവും ദീർഘവീക്ഷണവും നിങ്ങൾ കാണേണ്ടത്. പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇസ്രായേലിന്റെയും നയങ്ങൾ കാരണം മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം തിരിച്ചടികളെ പ്രതിരോധിക്കാൻ ഇന്ത്യ സ്വന്തം നിലയിൽ ശക്തമായ പ്രതിരോധ നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വിദേശ ശക്തികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം ഊർജ്ജ ആവശ്യങ്ങൾ ഇൻസുലേറ്റ് ചെയ്യാനും ബദൽ ലോജിസ്റ്റിക് ഗേറ്റ്വേകൾ സുരക്ഷിതമാക്കാനും ഇന്ത്യ മുൻകൈയെടുക്കുകയാണ്. ഇതിനായി ഗൾഫ് രാജ്യങ്ങളുമായി ചേർന്ന് മിനി ലാറ്ററൽ സമുദ്ര സുരക്ഷാ സംവിധാനങ്ങൾ രൂപീകരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹോർമോസ് കടലിടുക്കിനെ പൂർണ്ണമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ഒമാനുമായി ഇന്ത്യ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ. ഒമാൻ തുറമുഖങ്ങളിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് നൽകിയിട്ടുള്ള പ്രത്യേക അനുമതികൾ പശ്ചിമേഷ്യൻ കടലിൽ ഭാരതത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന ഒന്നാണ്. അമേരിക്കയോ ഇസ്രായേലോ ആര് വിചാരിച്ചാലും തടയാൻ പറ്റാത്ത രീതിയിലുള്ള സുരക്ഷിത പാതകളാണ് മോദി സർക്കാർ ഇവിടെ ഒരുക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന എണ്ണവില വർധനവിനെ നേരിടാൻ ഇന്ത്യ തങ്ങളുടെ ഒരു പെട്രോളിയം റിസർവുകളുടെ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ എണ്ണ സംഭരണ ശേഷി കൂട്ടുന്നതിനൊപ്പം ആഭ്യന്തരമായി ജൈവ ഇന്ധന ഉൽപാദനം വർദ്ധിപ്പിക്കാനും രാജ്യം ശ്രമിക്കുകയാണ്. അതോടൊപ്പം മിഡിൽ ഈസ്റ്റിന് പുറമെയുള്ള മറ്റു വിശ്വസ്ത ഉൽപാദകരിലേക്ക് ദീർഘകാലം വിതരണം വൈവിധ്യവൽക്കരിക്കാനും ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ട്. വിദേശ അധിനിവേശ ശക്തികളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മിഡിൽ ഈസ്റ്റിനെ തകർത്താലും സ്വന്തം പരമാധികാരവും സാമ്പത്തിക ഭദ്രതയും കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യക്ക് പുതിയ തന്ത്രങ്ങളിലൂടെ സാധിക്കുമെന്ന് ഈ നീക്കങ്ങൾ തെളിയിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കയുടെ ഭീഷണികൾ, മറുവശത്ത് ഇറാന്റെ താല്പര്യങ്ങൾ, ഇതിനിടയിൽ ഇസ്രായേലിന്റെ യുദ്ധ നീക്കങ്ങൾ. ഇതിന്റെയൊക്കെ നടുവിലും ആരുടെയും പക്ഷം പിടിക്കാതെ ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്ന മോദി ഭരണകൂടത്തിന്റെ ഈ ഒരു ശൈലി അല്ലെങ്കിൽ തന്ത്രപരമായ സ്വയം ഭരണാവകാശം ലോകരാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുകയാണ്. വൻശക്തികളുടെ കളിയിൽ പതറാതെ ഇന്ത്യ മുന്നോട്ട് കുതിക്കുക തന്നെയാണ്. എത്രയൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ സ്വന്തം പാത നിർമ്മിക്കുകയാണ്. അതെ, ഇത് പഴയ ഇന്ത്യ അല്ല. ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത, സ്വന്തം താല്പര്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ശക്തനായ ഒരു നേതാവ് നയിക്കുന്ന പുതിയ ഇന്ത്യയാണ്. സുഹൃത്തുക്കളെ, നാം ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്: ആഗോള രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ തന്ത്രപരമായ കരുത്താണ് ഇന്ത്യ ഇന്ന് കൈവരിച്ചിരിക്കുന്നത്. വൻ ശക്തികൾ തങ്ങളുടെ സാമ്പത്തിക സൈനിക മേധാവിത്വം ഉപയോഗിച്ച് ലോകത്തെ നിയന്ത്രിക്കാൻ നോക്കുമ്പോൾ അതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന കൃത്യമായ ബദൽ നയങ്ങളാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ നിർമ്മിച്ച പഴയ ചട്ടക്കൂടുകളെയും ഉപരോധ ഭീഷണികളെയും പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സ്വന്തം ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. ഇത് കേവലം വിദേശ നയത്തിലെ ഒരു മാറ്റം മാത്രമല്ല, മറിച്ച് ആഗോളതലത്തിൽ ഇന്ത്യ നേടിയെടുത്ത പുതിയ സ്വീകാര്യതയുടെയും അധികാരത്തിന്റെയും പ്രതിഫലനം തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.